ദിവസങ്ങൾക്ക് മുൻപ് ഒരുപാട് പ്രതീക്ഷകളോടെ കിടന്നുറങ്ങിയവരുണ്ടാകാം ഇക്കൂട്ടത്തിൽ. അച്ഛനെവിടെ, അമ്മ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ, അവരാരൊക്കെയാണ്, എവിടൊക്കെയാണ് എന്ന് തിരിച്ചറിയാനാകാതെ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ ഉൾപ്പെടെ കഴിയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കൊണ്ടുവരുന്ന മൃതശരീരങ്ങൾ അത് ആരുടെയൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തിരിച്ചറിയാനാകാതെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഉള്ള നിരവധി ആളുകളുണ്ട്. ഇക്കൂട്ടത്തിൽ പ്രകൃതി വരുത്തി വെച്ച വലിയൊരു ദുരന്തം. അല്ലമീനുണ്ട് വിശദാംശങ്ങളുമായി. അമീൻ, ഇപ്പോൾ കാണുന്ന കാഴ്ച അത്രയേറെ ഹൃദയം തകരുന്നൊരു കാഴ്ചയാണിപ്പോൾ പുത്തുമലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന നമ്മുടെ ഒപ്പം നമ്മളൊക്കെ ചേർത്ത് പിടിക്കേണ്ടിയിരുന്ന മനുഷ്യർ, നമ്മുടെയൊക്കെ ആരൊക്കെയോ ആകേണ്ടിയിരുന്ന മനുഷ്യർ, അവരിപ്പോൾ എത്തിയിരിക്കുകയാണ് പുത്തുമലയിലേക്ക് അവസാന നിദ്രയ്ക്കായി. ആരും ഒരാള് പോലും അനാവശ്യമായിട്ടുള്ള ബഹളമോ ഒന്നും തന്നെ നടത്താതെ ഇത് നല്ല രീതിയിൽ ക്രമീകരിക്കാൻ എല്ലാവരുടെയും സൗകര്യമുണ്ടാകണം എന്ന് കാഴ്ചയായി മാറുകയാണ് ഈ പുത്തുമല. നൊമ്പര കാഴ്ചകളുടെ ഒരു താഴ്വാരമായി മാറുകയാണ് ഈ പുത്തുമല. നല്ല പച്ചപ്പ് നിറഞ്ഞ, മഞ്ഞു മൂടിയ, കോട നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ മനസ്സ് മരവിച്ചു നിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് ശരീരം മരവിച്ച 8 പേർ കടന്നു വരുന്നത്. വാക്കുകൾ കൊണ്ട് അതെങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. നേരത്തെ സംസാരിച്ചവരൊക്കെയും പറഞ്ഞത് തന്നെയാണ്. ഒരു തരത്തിലും ഇവിടുത്തെ അവസ്ഥ, ഇവിടുത്തെ ഓരോരുത്തരും കാണുന്ന ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാകട്ടെ, മറ്റു പ്രവർത്തനങ്ങൾക്കായി വിവിധ നാടുകളിൽ നിന്നെത്തിയവരാകട്ടെ, നമ്മൾ മാധ്യമ പ്രവർത്തകരാകട്ടെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആദ്യത്തെ മൃതദേഹം, പുതച്ചുമൂടിയ മൃതദേഹം സ്ട്രെച്ചറിൽ കൊണ്ടുവരികയാണ്. തിരിച്ചറിയപ്പെടാതെ പോയ മൃതദേഹം. 6 ദിവസം കാത്തിരുന്നിട്ടും ആശുപത്രികളിൽ കയറിയിറങ്ങിയ നൂറുകണക്കിന് ആളുകൾക്ക് തിരിച്ചറിയാനാകാത്ത വിധം മാറിപ്പോയ മൃതദേഹം. ആ മൃതദേഹത്തിൽ ആദ്യത്തേത് ഇപ്പോൾ ഇവിടേക്ക് പ്രത്യേകം സജ്ജീകരിച്ച മേശയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകം സ്ട്രെച്ചറിൽ PPE കിറ്റ് ധരിച്ച് കറുത്ത ബാഗിൽ പൊതിഞ്ഞ്, നമുക്കറിയാം ദിവസങ്ങളോളം മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ ഒക്കെ കിടന്ന മൃതദേഹമാണ്. അത്തരം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടമൊക്കെ പൂർത്തിയാക്കി, DNA പരിശോധനയൊക്കെ പൂർത്തിയാക്കി, PPE കിറ്റ് ധരിച്ച ആളുകൾ മാത്രം അത് ഏറ്റുപിടിച്ചു കൊണ്ടുവരുന്നു. കോവിഡ് കാലത്ത് നമ്മൾ കണ്ട കാഴ്ച, നമ്മളെല്ലാം കുറേ നാൾ ഞെട്ടിത്തെറിച്ചിരുന്ന കോവിഡ് കാല ഓർമ്മകൾ കൂടി മനസ്സിലേക്ക് ഇങ്ങനെ ഇരമ്പിയാർത്ത് വരുന്നൊരു സാഹചര്യമാണ്. നാടൊരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങൾ, നാടൊരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങൾ, നാടൊരിക്കലും കടന്നു പോകാൻ കൊതിക്കാത്ത നിമിഷങ്ങൾ, നാടൊരിക്കലും സ്വപ്നം പോലും കാണാത്ത, ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി വരണമെന്ന് ആരും ആഗ്രഹിക്കാത്ത നിമിഷങ്ങൾ. അങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥയാണ് ആര്യ, വല്ലാത്തൊരവസ്ഥയാണ് ബിനിൽ ഈ പുത്തുമലയിൽ നിന്ന് കാണുന്നത്. ഇതെങ്ങനെ വിശേഷിപ്പിക്കണമെന്നോ എങ്ങനെ വർണ്ണിക്കണമെന്നോ പറഞ്ഞറിയിക്കാനാകില്ല. വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാവുന്നതല്ല ഇവിടുത്തെ നൊമ്പര കാഴ്ചകൾ. വല്ലാത്തൊരു ദുരന്തഭൂമിയിൽ ഓരോ ദിവസവും കാണുന്ന കാഴ്ച ഒരു തരത്തിലും ആശ്വാസത്തിന് വക നൽകുന്നതല്ല. ദുരന്തം നടന്നിട്ട് ഇന്നിപ്പോൾ 6 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ 7ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഈ 6 ദിവസം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ വേദനകൾക്ക്, ഇവിടുത്തെ യാതനകൾക്ക്, ഇവിടെ കാണുമ്പോഴുണ്ടാകുന്ന മനസ്സിലെ ചങ്കിലെ പിടപ്പിന്, ഹൃദയത്തിലുണ്ടാകുന്ന ആ ഒരു ആഘാതത്തിന് എന്തെങ്കിലും കുറവ് 6 ദിവസം കഴിയുമ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയാം. എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുമ്പോഴും ആ വേദനയുടെ ആഴം, ആ സങ്കടത്തിൻ്റെ ആഴം, ആ ദുഃഖത്തിൻ്റെ ആഴം, അതെല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു എന്നതല്ലാതെ അതിൽ കുറയ്ക്കുന്ന, അതിനപ്പുറത്തേക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യവും ഒരവസ്ഥയും കാണുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭൗതികദേഹം, രണ്ടാമത്തെ മൃതദേഹം കൂടി ഈ ടേബിളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പന്തലിലേക്ക്, പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ 8 പേരാണ് ഈ വിധത്തിൽ ആരാലും തിരിച്ചറിയപ്പെടാതെ പോയ 8 പേരെയാണ് ഇന്ന്. 8 പേരല്ല, നമ്മൾ നേരത്തെ ഒരു ആരോഗ്യ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 70 മൃതദേഹങ്ങൾ ആ തരത്തിലുണ്ട് എന്നുള്ളതാണ്. അതിൽ പൂർണ്ണാർത്ഥത്തിൽ തീര സ്വഭാവമുള്ള ഉറപ്പായിട്ടും 27 മാത്രം ആരാലും തിരിച്ചറിയപ്പെടാത്തവരാണെങ്കിലും എല്ലാവരാൽ സ്നേഹിക്കപ്പെടുകയാണ്, എല്ലാവരാൽ വിട നൽകപ്പെടുകയാണ് ആ 8 പേരും. ഇന്ന് 8 പേരുടെയും പിന്നീട്
32 പേരുടെയും മൃതദേഹങ്ങൾ നാളെയുമായി സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ആ റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം പുത്തുമലയിൽ നിന്ന്. റോഷിപാൽ, 2 മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. സങ്കടക്കടലാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുറവായി പോകും. പുത്തുമലയേക്കാൾ വലിയ സങ്കടമലയ്ക്ക് മുകളിലാണ് ആ മനുഷ്യരെല്ലാം നിൽക്കുന്നത്, റോഷിപാലും നിൽക്കുന്നത്. പലപ്പോഴും മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട്. പക്ഷേ ഇത്തരം നിമിഷങ്ങളിൽ അവിടെ നിന്ന് സംസാരിക്കേണ്ടി വരിക, ആ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരിക എന്നുള്ളത് വലിയൊരു ഗതികേടാണ്. ഒരു മനുഷ്യനെന്ന നിലയിൽ നിസ്സഹായ അവസ്ഥയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. റോഷിപാലും അമീനും ഉൾപ്പെടെ എത്രത്തോളം മനപ്രയാസത്തിലാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ആ കാഴ്ചകളുടെ ഭാരം എത്രത്തോളമുണ്ട് റോഷിപാൽ? മൂന്നാമത്തെ ഭൗതിക ശരീരം ഈ പന്തലിലേക്ക് കടന്നു വരികയാണ്. കൂടെയുള്ളവർ, ഉദ്യോഗസ്ഥർ എല്ലാവരും പരമാവധി അരികിലേക്ക് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പറഞ്ഞതായ ആളുകൾ മാത്രം ഇവിടെ ഉണ്ടാകാനുള്ള ശ്രദ്ധയുണ്ടാകണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. റോഷിപാൽ, കേൾക്കാമോ? ബിനിൽ, ഇവിടെ മൃതദേഹങ്ങൾ ഇവിടെ ഒന്നൊന്നായി ഈ പന്തലിലേക്ക് കൊണ്ടുവരികയാണ്. അത് മൃതദേഹങ്ങൾ പൂർണ്ണമായി എത്തിക്കഴിഞ്ഞാൽ 3 മതങ്ങളെ പ്രതിനിധീകരിച്ച് പുരോഹിതന്മാർ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിന് പിന്നാലെ തന്നെ മൃതദേഹങ്ങൾ താഴെ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ്. ഈ മതപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നാലെ ഈ ജനപ്രതിനിധികളും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ ഇവിടെ എത്തിച്ചേർന്ന മനുഷ്യസ്നേഹികളാകെ ഇവർക്ക് വിട പറഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. PPE കിറ്റ് ധരിച്ച ഈ സന്നദ്ധ സേവകരാണ് ഈ മൃതദേഹം അടക്കം ചെയ്യുക. അതിനായി അവർ PPE കിറ്റ് ധരിച്ച് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഈ പന്തലിലേക്ക് മൃതദേഹങ്ങൾ ഇനി നാലാമത്തെ മൃതദേഹം പന്തലിലേക്ക് ഇനി 4 മൃതദേഹങ്ങൾ കൂടി പന്തലിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നാലെ തന്നെ ഈ മതപരമായ ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യം ക്രൈസ്തവ മതത്തിൻ്റെ ആചാരമായ ചടങ്ങുകളാണ്. തൊട്ടു പിന്നാലെ ഹിന്ദു മുൻപന്തിയിലേക്ക് വരാതെ മൂന്നാമതായി ഇസ്ലാമിക പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കാനുള്ള പ്രത്യേകമായ സൗകര്യം ഉണ്ടാവണം. ആ കാര്യത്തിൽ ഒരു രീതിയിലുള്ള അലംഭാവം ഉണ്ടാവരുത് എന്നുള്ളത് പ്രത്യേകം പറയുന്നു. കൊണ്ടുപോകും. ഈ തരത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 39 കുഴിമാടങ്ങളുണ്ട്. അതിൽ ഇന്ന് 8 മൃതദേഹങ്ങളാണ്, തിരിച്ചറിയാൻ കഴിയാത്ത 8 മൃതദേഹങ്ങളാണ് അടക്കം ചെയ്യുക. മറ്റു മൃതദേഹങ്ങൾ DNA പരിശോധന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത ദിവസങ്ങളിൽ സംസ്കരിക്കും. 5ാമത്തെ ഭൗതിക ശരീരം അറിയിച്ചിരിക്കുന്ന 5ാമത്തെ ഭൗതിക ശരീരം കൂടി അന്ത്യയാത്രയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മൃതദേഹം കൂടി എത്തിക്കാനുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വയനാട് ഈ മലനിരകളിൽ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ, തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തെരച്ചിലിൽ കണ്ടെടുത്ത മൃതദേഹങ്ങളാണ് ഇവിടെ ഇന്ന് അടക്കം ചെയ്യുന്നത്. 8 മൃതദേഹങ്ങൾ. ഈ അന്തരീക്ഷം അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. 8 മൃതദേഹങ്ങൾ ഒരുമിച്ച് എത്തിച്ച് അത് വ്യത്യസ്ത മതാചാര ചടങ്ങുകൾ പൂർത്തീകരിച്ച് സംസ്കരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന വല്ലാത്തൊരു സാഹചര്യമാണ്, വല്ലാത്ത അന്തരീക്ഷമാണ്.